അതിന്റെ മേലെ ഒരു വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്യണം, ബേക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്യാം കേട്ടോ. അതാ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പ്രീഹീറ്റ് ചെയ്യാൻ. ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്ത് വന്നിട്ടുള്ളത് മുട്ട ബീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ അതാ ക്ലീൻ ആയിട്ടുള്ള ബോള്, വെള്ളം ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കുക. ക്ലീൻ ആയിട്ടുള്ള ബോള്, ക്ലീൻ ആയിട്ടുള്ള ബ്ലേഡ്, ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 3 മുട്ട പൊട്ടിച്ചു വെക്കാണ് കേട്ടോ. ഡയറക്റ്റ് പൊട്ടിച്ചു വെക്കാണ്, എഗ്ഗും യോഗും സെപ്പറേറ്റ് ആക്കുന്നില്ല. ഡയറക്റ്റ് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വെക്കുക കേട്ടോ. എന്താ 3 മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ്, സാൾട്ട് കേട്ടോ, 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിന്റെ പകുതി കേട്ടോ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഉപ്പും വാനില എസൻസും ഒന്ന് മുട്ടയിലൊന്ന് ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, പൊടിച്ചു വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര, പൊടിച്ചത് 1 കപ്പ് പഞ്ചസാര കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 2 മിനിറ്റ്. ഇതേപോലെ നമ്മൾ ഈ പഞ്ചസാര ഫുള്ളും ഇട്ടിട്ട് നെയ്യ് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഇട്ടിട്ട് ഫുള്ളാക്കിയിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഫുള്ള് ബീറ്റ് ചെയ്തെടുക്കുക. ടൈമർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫോണിൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് കേട്ടോ. ബീറ്റ് ചെയ്യുന്ന പഞ്ചസാര ഫുള്ളും കുറച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ 2 മിനിറ്റ് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുട്ടന്റെ യെല്ലോ മാറിയൊരു വൈറ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ടൊരു ക്രീമി ടെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സെക്കൻഡ് സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തു. ഇനി തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ടോട്ടൽ 3.5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി, ഓവർ ബീറ്റിംഗ് ആകണ്ട. നമ്മള് മുട്ട ഉണ്ടോ, നല്ല മുട്ടയും പഞ്ചസാര ഇട്ട് നല്ല ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട, പഞ്ചസാര, വാനില എസൻസ്, ഉപ്പിട്ടിട്ട് ബീറ്റ് ആക്കിയിട്ട് തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് 1/2 മിനിറ്റ് ബീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളത് ക്രീമി ടെസ്റ്റ് ആയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പീഡില് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഓവറാക്കി ബീറ്റ് ചെയ്യണ്ട. ബീറ്റ് ചെയ്താൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട താന്നു പോകും കേട്ടോ. എന്താ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ആ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാൻ മാത്രം മതി. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് തരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ അടുത്തത് നമ്മൾ തരിച്ചു വെച്ച് മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്ത് തന്നെ ഇട്ടാൽ അത് കട്ട കുത്തും. ഒരു 4-5 പാർട്ടാക്കിയിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കിയിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കുക.